വരുന്നേ. ഉപ്പ ഞാൻ പോയിട്ട് വരാട്ടോ. മരുന്ന് കഞ്ഞക്കാട് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ മറക്കല്ലേ. മോളെ നോക്കി പോണേ. ആ ഉപ്പ. ഞാൻ വീട്ടിലേക്ക് ആളെ വിടും കേട്ടോ. ചിരിയിലൊളിയണ ചുണ്ടിൽ ചമന്ന മലരിന്റെ ചെണ്ട്, പതിയ വിരിയണ ചെണ്ടിൽ പവിഴമണികൾ കണ്ട്, കനിവ് കിനിയണ പെണ്ണിൻ കനവ് നിറയണ കണ്ണിൻ, കഥകൾ തിരിഞ്ഞെന്റെ നെഞ്ചിൽ കവിത വിരിയണ മുഞ്ചിൽ. അസ്സലാമു അലൈക്കും മജീക്ക. വഅലൈക്കും അസ്സലാം. കേറിയിരിക്കി മാഷേ. സുബൈദ, ഇത് ആരാ വന്ന് നോക്ക്. മാഷ് വന്നകി ചായ അങ്ങ് എടുത്തോ. പിന്നെന്തൊക്കെയാ മാഷെ വർത്താനം? സുഖല്ലേ? സുഖം മജീക്ക. ഓക്കും മക്കൾക്കൊക്കെ സുഖല്ലേ? ഓ, ഒരു സുഖായിരിക്കുന്നു. പിന്നെന്താ മുജീബ് വിളിക്കലൊന്നുമില്ലേ? പിന്നെ മജീക്ക, ഞാൻ ഇപ്പൊ വന്ന ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിട്ടാ. നമ്മളെ ഫാത്തിമാന ഒരാൾക്ക് നിക്കാഹ് കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അല്ല മാഷേ, നിങ്ങൾക്കറിഞ്ഞൂടെ എന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ? ഈ സമയത്തിപ്പോ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഇതിപ്പോ പുറത്തുള്ള ആരുമല്ലോ, നമ്മളെ ഫസല ഓന് ഫാത്തിമാനെ കെട്ടിയാ കൊള്ളാന്നുണ്ട്. അപ്പൊ ഓന്റെ വീട്ടുകാർ പറഞ്ഞു ഇപ്പൊ കൊണ്ട് വന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ഫസല് നമ്മളെ കുട്ടി തന്നെയാണ്, ഓനെങ്കിൽ ഇഷ്ടമാ. പക്ഷെ അതിനെ കൊണ്ടായില്ലാലോ. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാലിപ്പോ അതൊന്നും ഇപ്പൊ നടക്കൂല. മുജീബ് ഗൾഫിലാന്നേ ഉള്ളൂ. അങ്ങോട്ട് കൊടുക്ക. ഓനിപ്പോ ഒന്നും നടക്കൂല. നിങ്ങളെ അവസ്ഥയൊക്കെ ഓൽക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. ഫാത്തിമാനാണെങ്കിൽ ഒരു ചെറുപ്പം പോലെ കാണുന്നുവല്ലേ. അപ്പൊ ഓൽക്ക് ഫാത്തിമാനെ മരുമോളായി കിട്ടിയാൽ മതി എന്നാ പറയുന്നത്. ഓൽക്കൊന്നും വേണ്ട. അതങ്ങനെ നടക്കട്ടെ അല്ലേ സുബൈദ? എന്തേ? മാഷ് പറയും പോലെ നിങ്ങളൊക്കെ അല്ലേ നമ്മക്കുള്ളൂ. തീരുമാനിക്കുന്നതല്ലേ. ആ ശരി, പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ല, സൂറാന്റെ പുയ്യാപ്പിളനോടും മുജീബിനോടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞാ പോരേനോ? മുജീബും പിയാപ്പിളൊക്കെ ഇപ്പൊ നമ്മള് പറയും പോലെ തന്നെയാണ്. എനിക്ക് അതല്ല, എവലിപ്പോ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാലോ കുട്ടി ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? എന്നാലും സൂറാക്ക് കൊടുത്തതിന്റെ തന്നെ ൂക്കും കൊടുക്കണ്ടേ? പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ച്. ബേക്കറി കേട്ടോ. ഇണക്കോല് വന്നിട്ട് പോയാ പോരെ? ഞാൻ പോയിട്ട് വരാം. ഞാൻ എന്തായാലും പോയിട്ട് വരും. ആയിക്കോട്ടെ. മജീദക്ക, കുട്ടികളെ സന്തോഷം നമുക്ക് വലുത്. കാര്യം എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് നോമ്പിന് മുമ്പ് നടത്തി കളഞ്ഞാലോ? എന്തേ? സുബൈദ, ആ കലണ്ടർ ഇങ്ങോട്ട് എടുക്ക്. നോമ്പ് എന്ന് പറയുമ്പോ നടത്തില്ലേ? എന്താ പിയാപ്പിളിന്റെ അഭിപ്രായോ? നടത്തുകയാണെങ്കിൽ നോമ്പിന് മുമ്പ് നടത്തുന്നതല്ലേ നല്ലത്.
മജീദ് കാ ഫസലിന്റെ മോന കല്യാണത്തെ കുറിച്ച് നിങ്ങൾ ഒന്നും ബേജാറാണ്. നമ്മളെ പള്ളിയിൽ നിൽക്കാം, അത് കഴിഞ്ഞ് നമ്മളെ പോരുന്ന പരിപാടി ഒറ്റ പന്തല്. എന്താ പോരെ? അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട. ഫാത്തിമാനെ ഞമ്മക്ക് കൊടുത്തു. പിയാപ്പിളെ ഇനിമക്കടം വിളിക്കാനുണ്ടോ? കൊല്ലം ഷാഫിഖാന്റെ വീട്ടിൽ പോണം. എന്നാ പോവല്ലേ? ആ പോവാ. പെടൽ മക്കാലിച്ചോ വീഴല്ലേ കുടിക്ക്. ആരും വരുന്നുണ്ട്. നമ്മളകത്ത് മോള് കളിച്ചു. ആരേ അഫീദോ? അസ്സലാമു അലൈക്കും ഷാഫിഖ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതൊക്കെ എന്റെ കമ്പനിക്കാരാ. എന്തോ പരിപാടിയായിട്ട് ഇറങ്ങിയാണല്ലോ? ഇല്ല, എന്റെ ഓളനിയതിന്റെ കല്യാണാണ്. ഏത് നമ്മള് ഫാത്തിമാന്റെ? അതെ. അൽഹംദുലില്ലാ, നല്ല കാര്യമാണല്ലോ. അപ്പോ നേരത്തെ കാലത്ത് അങ്ങ് എത്തുക, ഉഷാറാക്കണ കല്യാണം. പിന്നെന്താ, ഇൻഷാ അല്ലാ, തീർച്ചയായിട്ടും സന്തോഷായി. ഇതൊന്നും നടന്നു കിട്ടിയാ മജീദ് അതെ അതെ റാഹത്താണല്ലോ. അപ്പൊ നിങ്ങൾ കേറുന്നില്ല? ഇല്ല. ആയിക്കോട്ടെ. ഓ വലൈക്കും അസ്സലാം. അഫീദേ, പിന്നെ മജീദ് കാർഡ് ഉണ്ടാവില്ല അല്ലേ? ഞാൻ ഒരു ദിവസം നമ്മളെ സ്നേഹ വീട്ടിന്റെ കുട്ടികളെ കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ എന്തേ ചെയ്തു കൊടുക്കണല്ലോ. എന്നാ ശരി. മുജീബ് എവിടെ? ഈ ഓർഡർ ലേറ്റ് ആയില്ലേ? ഒരുപാട് ടൈം ആയില്ലേ ഈ ഓർഡർ ബാക്കിൽ വെച്ചിട്ട്? മുജീബ് അവിടെ പുറത്തുണ്ടായിരുന്നല്ലോ. എന്താ അവനാ കൂടെ കല്യാണത്തിന്റെ ഫിഗറില്ല എന്റെ പെങ്ങളുടെ. മുജീബ, നീ ഇവിടെ വന്നിരിക്കുക, ഓർഡർ ഒക്കെ അവിടെ കിടക്കുന്നു. എടാ, നിന്റെ പെങ്ങള് എന്റെയും കൂടി പെങ്ങളല്ലേ? അതല്ലേക്ക, ഫസലന്റെ ചങ്ങായിയ, ഒരു ഗൾഫുകാരന്റെ പെങ്ങളല്ലേ എന്റെ ഫാത്തിമ. ഒരു തരി പൊന്നെങ്കിലും ഞാൻ അവക്ക് കൊടുക്കണ്ടേ? എടാ, ഇവിടെ നമ്മൾ കടം വാങ്ങിയിട്ടെങ്കിലും നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യാറില്ല. അതുപോലെ നിന്റെ പെങ്ങളെ കല്യാണം ഭംഗിയായിട്ട് ഉഷാറായി നമ്മൾ കഴിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നമ്മളെ കുറച്ച് ഓർഡർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ബാങ്ക് കട അടച്ച് ബാങ്ക് പോവാലോ. ഇൻഷാ അല്ലാ. സുബൈത്ത, എന്തല്ല പണിയിലാണല്ലോ. മജീദ് കിടപ്പേ? ഓല് കിടക്കുക, നിങ്ങൾ കേറി ആ ഇരിക്കാം. കേൾക്കുന്ന കാര്യം ഇപ്പൊ എങ്ങനെ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷാഫി, ഇരിക്കി മക്കളെ, ഇരിക്കി. ഇവര് സ്നേഹവീട് എന്ന് പറയുന്ന ചാരിറ്റി സംഘടനയുടെ ആൾക്കാരാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മളെ കൂടുള്ളവരാ. അപ്പൊ നമ്മള് ഫാത്തിമ നമ്മളെ കല്യാണത്തിന് ചെറിയൊരു സമ്മാനം തരാനാണ്. നിങ്ങളും കൊടുക്കും. ഇതിൽ നിങ്ങളൊന്നും വിചാരിക്കണോ ചെയ്ത, ഇതൊക്കെ സ്വാഭാവികം. നന്നായി വരട്ടെ മക്കളെ. നിങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനയാണ് സ്നേഹത്തിന്റെ ശക്തി. നിങ്ങളെയൊക്കെ പഠിച്ചോൻ കാക്കും. എല്ലാരും കല്യാണത്തിന് വരണം. പരിപാടിയൊക്കെ പിയാപ്പിളിന്റെ പോലെ എന്നാ. ഇൻഷാ അല്ലാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഷാഫിയെ, എന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലാലോ അല്ലേ? പിന്നെ നിന്റെയും ചങ്ങായിമാരെയും പാട്ടും പരിപാടിയും ഒക്കെ വേണം കേട്ടോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയാണ്ട് മജീദ്.
ഫാത്തിമാന്റെ കല്യാണത്തിന് എന്റെ വക ഞാൻ എഴുതി ഉണ്ടാക്കിയൊരു പാട്ട് അതുണ്ടാവും പോരെ? ഫസ്റ്റ്